ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധികേന്ദ്രം പത്മകുമാർ എന്ന റിമാൻഡ് റിപ്പോർട്ട്. കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പത്മകുമാർ എന്ന SIT. സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എന്നതിന് പകരം ചെമ്പ് പാളികൾ എന്ന് മാത്രം സ്വന്തം കൈപ്പടയിൽ എഴുതി ചേർത്തു. ബോർഡ് നോട്ടിലെ പിത്തള എന്ന ഭാഗം വെട്ടിയെന്നും റിമാൻഡ് റിപ്പോർട്ട്. വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നു. അനന്തൻ, വളരെ ഗുരുതരമായ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സ്വന്തം കൈപ്പടയിലാണ് ഇക്കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തിരിക്കുന്നത് എന്നതാണ് വ്യക്തം. എന്താണ് SITക്ക് കിട്ടിയിട്ടുള്ള മറ്റു വിവരങ്ങൾ, വിശദ വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ശബരിമല സന്നിധാനത്ത് ദ്വാരപാലക പാളികളിലും കട്ടളപ്പാളിയിലും ഉണ്ടായിരുന്നത് സ്വർണം പൊതിഞ്ഞ ചെമ്പാണ് എന്നുള്ള കാര്യത്തിൽ ഉത്തമ ബോധ്യം പത്മകുമാറിന് ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ശബരിമല സന്നിധാനത്ത് നിന്ന് ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന ദേവസ്വം മാനലിനെ പറ്റിയും കൃത്യമായ വിവരം പത്മകുമാറിന് ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊള്ളയടിക്കാനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് പത്മകുമാറാണ് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ എടുത്തു പറയുന്ന അല്ലെങ്കിൽ പത്മകുമാറിന് കുരുക്കായി മാറിയ തെളിവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പട തന്നെയാണ്. മിനിറ്റ്സ് ബുക്കിൽ സ്വന്തം കൈപ്പടയിൽ വെട്ടുതിരുത്തലുകൾ വരുത്തി കൃത്രിമത്വം കാട്ടിയതാണ് പത്മകുമാറിന് കുരുക്കായി മാറിയത്. അത് 2019 മാർച്ച് 19 ബോർഡ് മീറ്റിംഗ് ചേർന്നിരുന്നു. ആ ബോർഡ് മീറ്റിംഗിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കട്ടളപ്പാളി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തത്. അതിനുശേഷം ആ മിനിറ്റ്സിൽ വെട്ടുതിരുത്തലുകൾ വരുത്തി അതിൽ ദേവസ്വം നോട്ട്സിൽ പിത്തള എന്നുണ്ടായിരുന്ന ഭാഗം വെട്ടി അതിനുശേഷം സ്വർണം പതിപ്പിച്ച ചെമ്പ് എന്നുള്ളത് വെട്ടി വെറും ചെമ്പ് എന്നാക്കി മാറ്റുകയും അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിടാൻ അനുവദിക്കുന്നു എന്ന് എഴുതി സ്വന്തമായി ഒപ്പിടുകയും ചെയ്തു. എന്നാൽ ഇത് മറ്റ് ബോർഡംഗങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് SITയുടെ കണ്ടെത്തൽ. അപ്പോൾ വളരെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉത്തമ ബോധ്യത്തോടു കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സന്നിധാനത്തെ സ്വർണം കൈക്കലാക്കാൻ വേണ്ടുന്ന എല്ലാ ഒത്താശകളും അവിടെ പ്രധാനപ്പെട്ട ആസൂത്രകനായി പത്മകുമാർ മാറി എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 14 ദിവസത്തേക്ക് പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് പത്മകുമാർ ഇപ്പോഴുള്ളത്. ഈ കേസിൻ്റെ ഇനി തുടരന്വേഷണത്തിൽ പത്മകുമാറിൻ്റെ മൊഴി നിർണായകമാണ്. പത്മകുമാറിൻ്റെ മുകളിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഉന്നതരുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി പത്മകുമാറിൻ്റെ മൊഴി അനുസരിച്ചാണ് കാര്യങ്ങൾ പോവുക. അതിനൊപ്പം തന്നെ ഈ തട്ടിയെടുത്ത സ്വർണം എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് പത്മകുമാർ എന്നാണ് SIT കരുതുന്നത്. അത് സംബന്ധിച്ച് പത്മകുമാറിന് നേരെ ചോദ്യങ്ങൾ ഉണ്ടാകും. അതിനൊപ്പം തന്നെ നേടിയെടുത്ത സാമ്പത്തിക നേട്ടങ്ങൾ എന്തൊക്കെ എന്നതും SITക്ക് മുൻപാകെ പത്മകുമാർ വിശദീകരിക്കേണ്ടി വരും. ഏതായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇനി പത്മകുമാറിനെ കാത്തിരിക്കുന്നത്.